PV അൻവർ എന്തായാലും കൊട്ടിക്കലാശത്തിന് ഇല്ല. അൻവർ ഈ സമയത്തും ഓരോ വോട്ടും അവസാന വോട്ട് ഉറപ്പിക്കാൻ നിലമ്പൂരിലെ ഓരോ വീട്ടിലും തന്റെ ഓരോ വോട്ടർമാരും തനിക്ക് അനുകൂലിക്കുന്ന ആളുകളും ഉണ്ടാകുമെന്നുള്ളതാണ് അൻവർ പറയുന്നത്. അങ്ങനെ അൻവർ വോട്ട് പിടിക്കുകയാണ്. ഒപ്പം തന്നെ ആ സമയത്തും അൻവറിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഈ സമയത്തും അൻവർ ആവർത്തിച്ച് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അൻവറിന്റെ വഴിക്ക് പോകുന്നു. മുന്നണികൾ അവർ എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വീകരിച്ചു പോരുന്ന തരത്തിൽ തന്നെ പ്രചാരണം നടത്തുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ LDFന്റെ നടുക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥി PV അൻവർ ആയിരുന്നു. പക്ഷെ ഇത്തവണ CPM-ന്റെ ചിഹ്നത്തിൽ തന്നെ M സ്വരാജാണ്. മോഹൻ ജോർജ് NDAക്ക് വേണ്ടി, UDF-ന് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത് അല്പസമയത്തിനകത്തും. ഷൗക്കത്ത് വരുന്നതിന് മുമ്പ് ഷൗക്കത്തിന് വേണ്ടിയുള്ള ക്രെയിൻ അവിടെ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പുലികൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ UDF ക്യാമ്പ് ഘടകകക്ഷികളൊക്കെ അവിടെ ഇങ്ങനെ നിറഞ്ഞു കവിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഷൗക്കത്ത് അങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ നൽകുന്ന വിവരം. LDF അവിടെ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ആഘോഷത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. ഉത്സവ അന്തരീക്ഷം തന്നെയാണ് നിലമ്പൂരിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആഘോഷ സംവിധാനങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പൊക്കെ സത്യത്തിൽ അവർക്കും ഒരു വരുമാന മാർഗമാണ്. പാർട്ടികൾ കൃത്യമായി പൈസ കൊടുത്താൽ ഇപ്പോൾ ഉത്സവങ്ങൾക്കും അല്ലെങ്കിൽ പെരുന്നാളുകൾക്കുമൊക്കെ എത്തുന്ന വലിയ കൗതുകകരമായ വിനോദ സംവിധാനങ്ങളുണ്ട്. വലിയ തലയും ചെറിയ ശരീരവും ഒക്കെ ആയി വരുന്ന സിനിമാ കഥാപാത്രങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന അത്തരത്തിലൊരു ഒരുപാട് കാഴ്ചകൾ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിലൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ പലതും ഇവിടെ രംഗപ്രവേശം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പരമാവധി ആവേശം. അതെ, ഒരു പരിപാടിയില്ല. എല്ലാ കാലഘട്ടത്തിലെ പാട്ടുണ്ട്. വേടന്റെ പാട്ട് എന്ന് പറയുമ്പോൾ അങ്ങ് 80കളിലുള്ള പാട്ടുകൾ ഉൾപ്പെടെ പാട്ടുകൾ കേൾക്കുന്ന, അല്ലാണ്ട് കേൾക്കുന്ന, അങ്ങനെ ആളുകളെ ആ സമയം 2-3 മണിക്കൂറോ ഇങ്ങനെ ആവേശഭരിതരാക്കി നിൽക്കുക, ആഘോഷത്തിൽ ആനന്ദത്തിൽ ആറാടിക്കുക എന്നൊക്കെയുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൊട്ടിക്കലാശത്തിന്റെ പ്രത്യേകത. ഈ കൊട്ടിക്കലാശത്തിൽ കാണുന്ന ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജയിക്കില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ച പല തെരഞ്ഞെടുപ്പുകളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൊട്ടിക്കലാശത്തിന് ആ തരത്തിൽ തന്നെ അടയാളപ്പെടുത്തലുണ്ട്. വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിക്കും. അതൊന്നും അല്ലെങ്കിൽ മണ്ഡലത്തിനപ്പുറത്തേക്കുള്ള ജനങ്ങളെ അവിടെ LDF ആണ്, അല്ലെങ്കിൽ അവിടെ UDF ആണ്, അല്ലെങ്കിൽ അവിടെ NDA ആണ് കൂടുതൽ ശക്തരെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്നത്. എന്തായാലും നിലമ്പൂർ മഹാറാണി ജംഗ്ഷൻ ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. പല നദികളായി തോടുകളായി ഒക്കെ ഒഴുകി വന്ന ഒരു കടലായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ വിശ്വാസികൾ അവരുടെ ഏറ്റവും പ്രത്യേകതയാണ്. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനൊക്കെ പുറത്തേക്ക് അവരുടെ രാഷ്ട്രീയ വിശ്വാസം, ജനാധിപത്യത്തിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ കൊട്ടിക്കലാശം. നിലമ്പൂരിൽ പതിവില്ലാത്ത വിധമാണ്. ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇത്ര ആവേശകരമായ കാഴ്ചകൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം സാധാരണയിൽ എല്ലായിടത്തും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് എത്തുന്ന നേതാക്കളുടെ എണ്ണത്തിലൊക്കെ പരിമിതികളുണ്ടാവും. പക്ഷേ ഇത്തവണ എല്ലാവരും കൂട്ടത്തോടെ LDF ആയാലും UDF ആയാലും BJP ആയാലും ഒക്കെ കൂട്ടത്തോടെ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തി ക്യാമ്പ് ചെയ്ത് ഓരോരുത്തരെയും കണ്ട് ചാണ്ടി ഉമ്മൻ 3000 വീടാണ് ഓടിക്കയറിയത്. അപ്പോൾ അതേപോലെ LDF ക്യാമ്പിലും മന്ത്രിമാരടക്കം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രചാര പരിപാടികളുണ്ടായി. ഒരു ദിവസം തന്നെ ഒരു ആളെ തന്നെ പലതവണ, ഒരു സാധാരണ അവിടുത്തെ ഒരു പൗരൻ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂറിനിടയിൽ പലതവണ ഈ വോട്ടഭ്യർത്ഥനയ്ക്ക് കാണേണ്ടി വരുന്നുണ്ട്. എല്ലാവരോടും ചിരിച്ച മുഖങ്ങളുമായി വോട്ടർമാരും നല്ല വാക്കുകളൊക്കെ പറഞ്ഞവരെ വിടും. നമ്മൾ കുത്തണ ഒരാൾക്കാണെങ്കിലും വന്ന് ചോദിക്കുന്നവരെയൊന്നും സങ്കടപ്പെടുത്തി വിടുന്നൊരു പതിവ് ആർക്കുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആത്മവിശ്വാസം കുറച്ചുകൂടി ഓരോ വോട്ടറേയും കാണുമ്പോൾ ആത്മവിശ്വാസം ഇങ്ങനെ ഓരോ കണികയായി ഉയരുന്ന നിലയിലാണ് LDF ആയാലും BJP ആയാലും UDF ആയാലും ഒക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അവിടുത്തെ പരമ്പരാഗതമായ കരുത്ത്, ഇതൊക്കെ ആർക്കൊക്കെ സാധ്യതകളെന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പല വിഷയങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പെട്ടി വിവാദം, ദേശീയപാത, അവധി, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സാധാരണക്കാരെ അവിടെ എത്രത്തോളം സ്പർശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ 15 വയസ്സുള്ള ആ കുട്ടിയുടെ ആ മരണം ഒരുപക്ഷെ ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ്. അത് ഏത് വിധത്തിലുമാകാം. അത് ഉപയോഗപ്പെടുത്തിയെന്ന ആരോപണമാകാം, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ലെന്ന ആരോപണമാകാം. ഏതും മലപ്പുറം ജില്ല രൂപീകൃതമായതിനെ ചൊല്ലി തുടങ്ങി. 69-ൽ മലപ്പുറം ജില്ല രൂപീകൃതമായ സമയത്ത് ആരൊക്കെ പിന്തുണച്ചു, ആരൊക്കെ പിന്തുണച്ചില്ല എന്നിടത്ത് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഓരോ മുന്നണിക്കും പിന്തുണ നൽകുന്ന പാർട്ടികളെ പറ്റി, അല്ലെങ്കിൽ സാമുദായിക സംഘടനകളെ പറ്റി ഉൾപ്പെടെ അവിടെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലിയുള്ള പോരുണ്ടായിരുന്നു. ആ പോരൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആർക്കൊപ്പമായിരിക്കും കേരളമെന്ന് ഒരുപക്ഷെ നമുക്കൊരു തരത്തിൽ, അല്ലെങ്കിൽ ചെറിയ തരത്തിലെങ്കിലും കേരളത്തിന്റെ പരിച്ഛേദം എന്നൊക്കെ വിശേഷിപ്പിക്കാമായിരിക്കാം നിലമ്പൂരിനെ എന്ന് തോന്നുന്നു. നിലമ്പൂർ ഇന്നയാൾക്കൊപ്പം എന്നുള്ളൊരു മണ്ഡലമല്ല, അത് ആർക്കൊപ്പവുമാകാം. നിലമ്പൂരിന്റെ അടിത്തട്ടിൽ അടിയൊഴുക്ക് മനസ്സിലാക്കുന്നവർ ആരാണോ അവർക്കൊപ്പം നിലമ്പൂർ നിൽക്കുന്നു എന്നുള്ളതാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ആരുടെ പേര്, ഏത് മുന്നണിയുടെ പേര്
ഏത് സ്ഥാനാർത്ഥിയുടെ പേരാണ് ഇനി എഴുതി ചേർക്കേണ്ടതെന്നുള്ളതാണ്. PV അൻവറിന് വീണ്ടും എത്രത്തോളം സ്വാധീനം അവിടെ ഉണ്ടാക്കാനാകുമെന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ബാൻഡ് മേളം ഉൾപ്പെടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ പല ആഘോഷ കാഴ്ചകളാണ്. രാഷ്ട്രീയ ബാന്ധവങ്ങൾ ഉയർത്തിയുള്ള ചർച്ചകൾ ഇന്ന് ഏറ്റവും ഒടുവിലായി വന്നതും ജമാഅത്തെ ഇസ്ലാമി മുൻ അമീറിന്റെ വാക്കുകളാണ്. അതായത് മതേതൃത്വം എന്നതും ജനാധിപത്യം എന്നതും ഒക്കെ വെറും വാക്കുകൾ കൊണ്ട്, അതും ചില പുറംപൂച്ചുകൾ മാത്രമാണ്, അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് പറയുന്ന മുൻ അമീറിന്റെ പ്രതികരണം അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ദിവസങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആ നിലപാടുകളിൽ നിന്നൊക്കെ പിന്നോക്കം പോയി, അല്ലെങ്കിൽ അവർ മതേതൃത്വത്തിനെതിരായ അവരുടെ നിലപാടിൽ നിന്നൊക്കെ പിന്നോക്കം പോയി. അവർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ, ഇന്ത്യയുടെ സ്ഥിതികളെയൊക്കെ അവർ അതേ നിലയിൽ മാനിക്കുന്നു. അതുകൊണ്ട് അവരുടെ പിന്തുണ ഞങ്ങൾക്കാകാമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. അതിന് പിന്നാലെയാണ് മുൻ അമീറിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എപ്പോഴും അതുതന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന നിലയിലുള്ള പ്രതികരണം വരുന്നത്. അതേസമയം മറുഭാഗത്ത് PDPയുമായുള്ള ബന്ധം, അങ്ങനെ മുൻകാലങ്ങളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ LDF ഈ ഇത്തരം പാർട്ടികളുമായി ഉണ്ടായിട്ടുള്ള രഹസ്യ ബാന്ധവങ്ങൾ, പരസ്യമായ ബന്ധങ്ങൾ, അങ്ങനെ എല്ലാ വിധത്തിലും ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ്. ഇതൊക്കെ അവിടുത്തെ വോട്ടർമാരെ ഏതൊക്കെ നിലയിൽ സ്വാധീനിക്കുമെന്ന് നമുക്ക് ഈ വോട്ടെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ മാത്രമാണ് വ്യക്തമാവുക. പക്ഷേ പലതും പല രീതിയിൽ, പല അളവിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതിൽ വൈകാരികമായി ഒരുപക്ഷെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിഷയം തന്നെയാണ് 15-കാരനായ അൻവു എന്ന കുട്ടിയുടെ മരണം. അത് തുടർന്നുണ്ടായ മന്ത്രിയുടെ അടക്കമുള്ള വിവാദപരമായ പരാമർശങ്ങൾ, അത് പ്രതിപക്ഷം രാഷ്ട്രീയപരമായി ഉപയോഗിച്ചോ എന്ന നിലയിലുള്ള ആരോപണങ്ങൾ, മറുഭാഗത്ത് സർക്കാരും അല്ലെങ്കിൽ മന്ത്രിയും എടുത്തുചാടി ചില പരാമർശങ്ങൾ നടത്തിയോ എന്ന മറുവാദങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അവിടുത്തെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ, ഒരുപക്ഷെ മറ്റ് മണ്ഡലങ്ങളിലോ മറ്റ് ജില്ലകളിലെ ജനങ്ങളെക്കാൾ കൂടുതലായി നിലമ്പൂരിലെ ജനങ്ങൾക്ക് അവിടുത്തെ മലയോര മേഖലയിലെ വന്യജീവി സംഘർഷങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ അവർ നേരിട്ട് അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് മന്ത്രിമാർ പറയുന്ന വാക്കുകൾ അവരെ ഒരുപക്ഷെ ഇതൊന്നും നേരിട്ട് അനുഭവിക്കാത്ത മറ്റു ജില്ലകളിലുള്ളവർക്ക് അത് വലിയ കാര്യമായി തോന്നുന്നുണ്ടാവില്ല. പക്ഷേ നിലമ്പൂരിലെ ജനങ്ങളെ അതെങ്ങനെയാണ് അവരെ മാനസികമായി സ്വാധീനിക്കുക എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ. പല വിഷയങ്ങളുണ്ട്. നമ്മൾ എണ്ണി നോക്കിയാൽ ഒരു 10 വിഷയങ്ങളെങ്കിലും പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് വളരെ വലിയ ചർച്ചയായി നിലമ്പൂരിൽ എത്തിയതാണ്. അതൊക്കെ ജനങ്ങൾ കേട്ടു, അവർ ചർച്ചകളിൽ പങ്കെടുത്തു, ചാനലുകളുടെ ചർച്ചകളിൽ പങ്കെടുത്തു. അതൊക്കെ അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചാനൽ ചർച്ചകളിലും ചാനലിന്റെ മൈക്കിന് മുൻപിലും മാത്രമാണോ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തപ്പെട്ടത്? അതിനപ്പുറത്തേക്ക് നിലമ്പൂരിലെ അടിസ്ഥാന ജീവൽ പ്രശ്നങ്ങളാണോ അവിടെ ചർച്ച ചെയ്ത് അവിടുത്തെ വോട്ടർമാർ ഈ കാര്യങ്ങളിലൊക്കെ ഏതു തരത്തിലാണ് അതിനെ അവരെ സ്വാധീനിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതാണ് ഏറ്റവും നിർണായകമാവുക. അതായിരിക്കാം ഒരുപക്ഷെ പല ഉപതെരഞ്ഞെടുപ്പ് ഫലവും വരുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്നത്. പല രാഷ്ട്രീയ വിദഗ്ധരും അല്ലെങ്കിൽ നിരീക്ഷകരൊക്കെ പ്രവചിക്കുന്നതിനപ്പുറത്തേക്കുള്ള റിസൾട്ടൊക്കെ നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട്. അപ്പോൾ എന്താണ് സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ ഓരോ വോട്ടർമാരുടെയും മനസ്സിലാണ്. 48 മണിക്കൂറിനകം അവർ കുത്താൻ പോകുന്ന ഓരോ വോട്ടറുടെയും ഓരോ സമ്മതിദായകന്റെയും മനസ്സിലാണ് ആരാണ് അവിടെ ജയിക്കാൻ പോവുക എന്നുള്ള തീരുമാനം ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും മറ്റന്നാൾ വിധി എഴുതാനായി ഇന്ന് കൊട്ടിക്കയറുകയാണ് നിലമ്പൂരിൽ നിന്ന് ആവേശത്തിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെങ്കൊടിയും കോൺഗ്രസ് പതാകയും BJP പതാകയും ഒക്കെ ആകാശത്തുയരുന്നുണ്ട്. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്.